മനുഷ്യരുണ്ടാക്കിയ ദൈവം അല്ലാതെ ലോകത്തെ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ ഇതുവരെ അമ്പലത്തിൽ പോകുന്ന നാട്ടിലുണ്ട്. കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ ഉണ്ടാക്കിയ സ്രട്ടാവിനോട്? തലച്ചോറ് നായി നിന്ന് പോയാ പിന്നെ എന്താ ചെയ്യാ? പട്ടിയും പൂച്ചയൊന്നും അമ്പലത്തിൽ പോണില്ലേ, അവർക്കാർക്കും പിന്നെ പ്രതിബദ്ധതയല്ലേ ഉണ്ടാക്കിയ ദൈവത്തോട്? എന്താ ചെയ്യാ? ഇതൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ കഥയല്ലേ ഇതൊക്കെ ചുമ്മാ അസംബന്ധം പിടിച്ച് മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവമേളിലിരുന്ന് കണക്കെഴുതുന്നെന്ന് പഠിപ്പിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഈ ദൈവത്തിനെ. അതൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളില് ഒരുത്തനിരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളിലോട്ട് നോക്കുന്നത്. മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ഭൂമി മേളിലായിരിക്കും. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മേളും താഴെയൊന്നും ഉള്ള പ്രപഞ്ചമല്ല ഇത്. മേളിലോട്ട് നോക്കിയാൽ നമ്മൾ ആകാശത്താണ് ഇരിക്കുന്ന, ഭൂമി ആകാശത്തായിരിക്കുന്ന, ആകാശം മേളിലല്ല. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ചിന്തിക്കാനും സ്വപ്നം കാണാനും കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യരാണ്. ബാക്കിയുള്ള ജീവികൾക്കൊന്നും അതിന് കഴിയൂല. അതുകൊണ്ടാണ് അതിനെ മൃഗങ്ങളെന്നും നമ്മുടെ മനുഷ്യരെന്നും വിളിക്കുന്നത്. ഇത് മനുഷ്യനുമല്ല മൃഗമല്ല, രണ്ടും കെട്ടൊരു ജന്മായി പോയല്ലോ. എന്താ ചെയ്യലേ?